Hello everyone, welcome back to my channel. So day 9, Big Boss Season 7. സോ കാലത്ത് 8 o'clock തന്നെ ഡാൻസ് എല്ലാവരും എനർജറ്റിക് ആയിട്ട് തുടങ്ങി. നേരെ ക്യാമറ ഫോക്കസ് പോയത് കിച്ചണിലോട്ടാണ്. കിച്ചണിലോട്ട് പോകാനുള്ള മെയിൻ റീസൺ അനീഷാണ് അവിടുത്തെ ക്യാപ്റ്റൻ. സോ നേരെ ഫുൾ ഫോക്കസ് കിച്ചണിലോട്ടാണ്. അക്ബർ ഉണ്ട് അവിടെ, ജിസേൽ ഉണ്ട്, അതുപോലെ തന്നെ അനീഷ് ഉണ്ട്. സോ ബേസിക്കലി അവിടെ ഒരു ചെറിയൊരു എന്താണ്, ഇങ്ങനെ എന്താണ് പറയുക, ഓൾ കോണ്ടസ്റ്റൻസ് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ബേസിക്കലി അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, വേറെ എങ്ങോട്ടൊക്കെ നോക്കി നിൽക്കൂ, നിങ്ങളുടെ ജോലി നോക്കൂ എന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. സോ ഒരു ഒരു ചെറിയൊരു എന്തൊരു തിരിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഫോർ എ ബിഗ് ഫൈറ്റ്. അത് ബിന്നി ആക്ച്വലി ഒരു നല്ലൊരു കിടിലൻ ഗെയിമറാണ്. ബിന്നിക്ക് അറിയാം ആ വീട്ടിൽ എന്താ നടക്കണതെന്നുള്ളത്. ഒരു ബേസിക് ഐഡിയ ബിന്നിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ടോപ്പ് 5 നമുക്ക് ബിന്നിനെ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അറിയില്ല, ബിഗ് ബോസ് ആണ്, 7ന്റെ പണിയുടെ സീസണാണ്. സോ വി നെവർ നോസ് ഹൂ ഗോണ ലൈക്ക് ഗെയിം അങ്ങനെ പെട്ടെന്നൊന്നും പഠിക്കാൻ പറ്റുന്ന വരില്ല. സോ കറന്റ്ലി ബിന്നി നോസ് ഹൗ ടു പ്ലേ. ബിന്നിയുടെ മൈൻഡിൽ വന്ന ഒരു സ്ട്രാറ്റജിയാണ്. ബിന്നി നേരെ എന്തോ ഡയലോഗ് പറഞ്ഞു, നേരെ സംസാരിക്കാണ്ട് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞ് കുക്ക് ചെയ്താൽ ലൈക്ക് കുക്ക് ചെയ്യുന്ന ഫുഡിലോട്ട് തുപ്പലം തെറിക്കും. അത് നേരെ പറഞ്ഞത് കൊണ്ട് ഷാനവാസ് നേരെ അതായിട്ട് പോയി അനീഷിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് തീർന്ന് പിന്നെ പേട്ടക്കം പൊട്ടി. അനീഷ് വേഴ്സസ് ഷാനവാസ് വേഴ്സസ് അക്ബർ. അവിടെ പിന്നെ ഒനിയലും കയറി വന്നു. അവിടെ ഒക്കെ ഭയങ്കര ഫുൾ അടി. ബേസിക്കലി അത് സ്റ്റാർട്ടഡ് വിത്ത് കിച്ചൺ ടീമിൽ തന്നെ ജിസേൽ മറ്റേ ഓവൻ തുറന്നത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു, പക്ഷെ അത് അനീഷ് സമ്മതിച്ചില്ല. അവരുടെ ഡൊമസ്റ്റിക് പ്രോബ്ലം അവർ തന്നെ സോൾവ് ചെയ്യും. അങ്ങനെ ഫുള്ള് ക്ലാഷ് ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അക്ബർ ആൻഡ് ഷാനവാസ് റിയലി ഹീറ്റഡ് അപ്പ്. എന്നിട്ട് അക്ബർ, നീ ഒരു എം പോലും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ അത് പിടിച്ച് ഒനിയൽ നേരെ ക്യാമറയിൽ അടുത്തോട്ട് ഓടി. ഒനിയൽ അങ്ങനത്തെ വാക്ക് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു ജീവിതത്തിൽ കേൾക്കുന്നത്. ഒരു ബിഗ് ബോസ് ഹൗസിൽ അതൊന്നും ഒരു റീസണേ അല്ല. ഇതാണ് എന്താണ് ആക്ഷൻ എടുക്കാം ഫോർ എന്തെങ്കിലും വാർണിംഗ്, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കൊടുക്കാം വീട്ടിൽ. അല്ലാണ്ട് ഒരാളെ പുറത്താക്കാനുള്ള റീസൺ ഒന്നും ആ ഒരു എം വേർഡിന് ആ വീട്ടിലില്ല. വി ലീവ് ഇൻ 2025. പുറത്ത് നോക്കുമ്പോൾ മിക്ക സാധാ കോമൺ ആൾക്കാർ പറയുന്ന ഒരു വേർഡ് തന്നെയാണ്. ബട്ട് ഇത്ര വലിയൊരു റിയാലിറ്റി ഷോയിൽ അത് പറയുമ്പോൾ കൂടുതൽ അക്ബർ ശ്രദ്ധിക്കണമായിരുന്നു. അതിനുള്ള പണി എന്തായാലും ബിഗ് ബോസ് കൊടുക്കും, ബട്ട് എന്തായാലും ഔട്ടാക്കില്ല. ഒനിയലൊക്കെ എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു അങ്ങനത്തെ വേർഡ് കേൾക്കുന്നത്. സോ അത് കഴിഞ്ഞ് നേരെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഷാനവാസ് അപ്പാനി ശരത്തും ക്ലാഷ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരു എന്താ പറയാ, ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇതിലൊക്കെ ഒന്നിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. അഭിലാഷ് വാസ് സോ സൈലന്റ്. അഭിലാഷ് എനിക്ക് തോന്നുന്നു ഈ ഒരു വീക്കിൽ നോമിനേഷനിലും ഇല്ല, മിഡ് വീക്ക് നോമിനേഷനിലും ഇല്ല. സോ ഹീ സേഫ്. മൂപ്പറാള് കാമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട്. ബിനി മൂപ്പറാള് കൊള്ളാം, നല്ലൊരു ഗെയിം മൂപ്പറാളെ തലയിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിചാരം. വിൽ സി ഹൗ ഇറ്റ് ഗോസ്. അത് കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. ഇറ്റ് വോണ്ട് ബി മിഡ് വീക്ക് എവിക്ഷൻ, ഇറ്റ് വിൽ ബി മിഡ് വീക്ക് സസ്പെൻഷൻ. അതായത് രണ്ടാൾക്കാരെ ഇവിടെ നിന്ന് മാറ്റി നിർത്തും ഒരു ഡെഡ് സോണിലോട്ട്. സോ അവർക്ക് അതിൽ വേറെ ഒരു ഇതിലോട്ടും ഇൻവോൾവ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ തിരിച്ചു വരും, ദാറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദി കണ്ടസ്റ്റൻസ് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ജിസേലിലോട്ടാണ്. ജിസേലിന്റെ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ജിസേൽ ആക്ച്വലി എന്താ പറയാ, ഭയങ്കരമായിട്ട് റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ട്. ബിഗ് ബോസിന്റെ ലാലേട്ടൻ പറഞ്ഞത് കൂടാതെ മൂപ്പരാള് പുതിയ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾസ്. ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു മൂപ്പരാള് മറ്റേ കൺസീലറും ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കുന്നത്. ഇന്ന് പുതിയ ഡ്രസ്സ്. ജിസേലിന് മാത്രം എന്താ ഒരു എന്താണ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ ആ വീട്ടിൽ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ജിസേൽ ഈസ് റിയലി വയലേറ്റിംഗ് ദ റൂൾസ്. ഇതിനെതിരെ നല്ലൊരു രൂക്ഷമായിട്ടുള്ള ഒരു പണി ജിസേലിന് ബിഗ് ബോസ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവിടുത്തെ എല്ലാ ആൾക്കാരും സെയിം ആണ്, എല്ലാവരും ഒരേപോലെ കാണണം. ജിസേലിന് ഒരു പ്രത്യേകിച്ച് കൊമ്പൊന്നുമില്ല. സോ ജിസേൽ റിയലി വയലേറ്റിംഗ് ദ റൂൾസ് ഇൻ ബിഗ് ബോസ് ഹൗസ്. അത് കഴിഞ്ഞ്
നേരെ പോയത് നെവിൻ. നെവിൻ ടൊമാറ്റോ ആണോ വാട്ടർമെലൺ ആണോ എന്തോ അടിച്ചു മാറ്റി തിന്നുന്നുണ്ട്. എന്നിട്ട് അതിൽ ഗ്യാപ്പിൽ നൂറും ജോയിൻ ചെയ്തു. അടിച്ചു മാറ്റിയ സാധനങ്ങൾ എനിക്ക് വേണ്ട എന്നൊരു ഡയലോഗ് അടിച്ചു, ബട്ട് സ്റ്റിൽ നൂറ് അത് തിന്നു. ദാറ്റ് വാസ് ഫണ്ണി ആക്ച്വലി. അത് കഴിഞ്ഞ് കോയിൻ വേട്ട. കോയിൻ വേട്ട എന്നൊരു ടാസ്ക്, അതായത് മിഡ് വീക്ക് സസ്പെൻഷനിലുള്ള 6 പേർക്കുള്ള ഒരു കോയിൻ വേട്ട എന്നൊരു ടാസ്ക് ഉണ്ട്. അതിൽ ഈ 6 പേര് മിഡ് വീക്കിൽ സസ്പെൻഷനിലോട്ട് പോയ 6 പേർക്ക് 2 ആൾക്കാരെ സെലക്ട് ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. അതായത് ഇനി വരുന്ന ടാസ്കിൽ ആ 2 ആൾക്കാർ ഇവരെ പ്രതിനിധീകരിച്ച് കളിക്കും. സോ എല്ലാവരും അവരുടേതായിട്ടുള്ള 2 ആൾക്കാരെ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൽ ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് കളക്ട് ചെയ്തത് റെന ഫാത്തിമയാണ്, 15 പോയിന്റ്. പിന്നെ ഒനിയൽ കളക്ട് ചെയ്തു. പിന്നെ കലാഭവൻ ശാരിക 14, തേർഡ് ഒനിയൽ, ഫോർത്ത് റീനു, ഫിഫ്ത്ത് ശാരിക, ലാസ്റ്റ് അനീഷ്. അനീഷിന് വേണ്ടി കളിച്ചത് അപ്പാനി ശരത്തും അനുമോളായിരുന്നു. ബേസിക്കലി അത് അവർ സ്ലോ ആക്കിയതാണ് എനിക്കൊന്നും മനസ്സിലായത് കാണുമ്പോൾ. അത് കഴിഞ്ഞ് പഴയ ഒരു സ്റ്റഫിലോട്ട് പിന്നെ പോയി. അതായത് റേനു വേഴ്സസ് അക്ബർ. ആ ഒരു സംഭവം ഇപ്പോഴും മാറിയിട്ടില്ല. അക്ബർ വാസ് ട്രൈങ് ടു കൺവിൻസ് റേണു, ബട്ട് സ്റ്റിൽ റേണു ഈസ് നോട്ട് കൺവിൻസ്ഡ്. അത് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി. അതിൻ്റെ ഇടയ്ക്ക് ആ ഡ്രസ്സ്, ജിസേലിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിസേൽ ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇടുന്നുണ്ട്, ശരിയല്ല, മാറ്റണം എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് അനുമോളും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അനുമോൾ എന്താണ് ജിസേൽ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ജിസേൽ ഒരു ബോഡി ഷേമിംഗ് ആണ് ചെയ്തത് അനുമോളെ. ആക്ച്വലി ഷോർട്ടാണ്, തടിയില്ല എന്നൊക്കെ പറഞ്ഞ് പക്ക ബോഡി ഷേമിങ് ജിസേലിന്റെ സൈഡിൽ നിന്ന്. അത് ആക്ച്വലി ഒരു എന്താ പറയുക, എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല ആ ഒരു വേ ഓഫ് ഷീ ടോൾ ടു അനുമോൾ. ഓരോ ആൾക്കാർക്കും ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ടാവും, അതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ജിസേൽ ഈസ് ആക്ച്വലി എന്താ പറയുക, ഭയങ്കര എന്താണ്, റൂൾസ് ഒന്നും ഒബേ ചെയ്യില്ല, ഭയങ്കര അഗ്രസീവാണ്. ബാക്കി പിന്നെ ബോഡി ഷേമിങ്. ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ചെയ്തു. ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് കണ്ടറിയണം. എനിക്ക് വലിയൊരു ഗെയിമറും വലിയ സംഭവമായിട്ടൊന്നും ജിസേലിനെതിരെ തോന്നിയിട്ടില്ല. ബട്ട് കണ്ടിന്യൂസ്ലി റൂൾസ് വയലേറ്റ് ചെയ്യുന്ന ഒരു ആളായിട്ടാണ് ജിസേലിനെ ഇതുവരെ തോന്നിയിട്ടില്ല. ബട്ട് ആ ബോഡി ഷേമിങ് ആക്ട്, ദാറ്റ് വാസ് ടു എന്താ പറയുക, ദാറ്റ് വാസ് ടു ബാഡ് ആക്ച്വലി ഫ്രം ജിസേൽ അഗെയിൻസ്റ്റ് അനുമോൾ. പിന്നെ അത് കഴിഞ്ഞ് ലൈഫ് സ്റ്റോറി എന്താണ്, ഒരിടത്തൊരു ടാസ്ക് ഈവനിങ് ടൈം. അതിൽ എന്താണ് 3 പേര്, റിനു, പിന്നെ ഒനിയൽ ആൻഡ് സാരിക KP, ഇവർ വന്നിട്ട് അവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ മച്ച് അബൌട്ട് ദ ലൈഫ് സ്റ്റോറി. അങ്ങനെ ഞാൻ എൻ്റെ ഇന്നത്തെ ബിഗ് ബോസ് എൻ്റെ ചെയ്തു. വിൽ സീ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഡേ 10. ശുഭദിനം.